നമസ്കാരം, ന്യൂസ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ഒരു പുതിയ സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ സർവീസിന് തുടക്കമായി. വടക്കൻ റെയിൽവേയുടെ കീഴിലുള്ള ഹരിയാനയിലെ ജിൻ സോനിപത് പാതയിലാണ് ഈ ചരിത്ര സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അത്യാധുനിക ഹരിത ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലൂടെയുള്ള ഈ സർവീസ് റെയിൽവേ മേഖലയിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവെപ്പാണ്. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ട്രെയിൻ സർവീസിനായി ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിനുകൾക്ക് പകരമായി തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സുരക്ഷിതമായ ഹൈഡ്രജൻ സംഭരണത്തിനും ഇന്ധനം നിറയ്ക്കുന്നതിനുമുള്ള പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തുള്ള ഹൈഡ്രജൻ മുഴുവൻ അദാനിക്ക് മറിച്ചു വിൽക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പദ്ധതി എന്നാണ് പപ്പുമോൻ പറയുന്നത്. എന്താ ചെയ്യുക, ആയിരിക്കും അല്ലേ? കേരളത്തെ വലിയൊരു സമുദ്ര ശക്തിയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അവകാശവാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിനായി അത്തരമൊരു നിക്ഷേപ താല്പര്യവും തങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗികമായി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ അമ്പരപ്പിച്ചുവെന്നാണ് ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് മറ്റൊരിടത്തും നിലവിലൊരു കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ തങ്ങൾക്ക് പദ്ധതിയോ നിക്ഷേപമോ ഇല്ലെന്ന് ടാറ്റ വ്യക്തമാക്കുന്നു. സ്റ്റീൽ, മോട്ടോർ, ഷിപ്പിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമുള്ള ടാറ്റയ്ക്ക് നിലവിൽ സ്വന്തമായി കപ്പൽ നിർമ്മാണശാലകളൊന്നും തന്നെയില്ല. അതിപ്പോ വലിയ ഇഷ്യൂ ആക്കാനൊന്നുമില്ല. വി.ഡി. സതീശൻ ഒരു നിമിഷം പഴയ പാർട്ടി പ്രവർത്തകനായതാണ്. ഈ നേരത്തെ റെസിപ്റ്റ് എഴുതി മുതലാളിമാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമല്ലോ. ഉണ്ണിക്കോയ മുതലാളി 50 ലക്ഷം രൂപ, അപ്പോഴായിരിക്കും മുതലാളി ആ തുക അറിയുന്നത്. ഒരു നിമിഷം പുള്ളി ഒരു ഭൂതകാലത്തേക്ക് പോയതാ. വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട. നവകേരള യാത്രക്കിടെ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് വിശദീകരണം നേടാൻ DGP. കേസ് അട്ടിമറിച്ചതിൽ ADGPയുടെ പങ്ക് വ്യക്തമാക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ റിപ്പോർട്ട് DGPക്ക് ലഭിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. ADGPയുടെ വിശദീകരണം കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും DGP സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ നിർണായ നീക്കങ്ങൾക്കിടെ പുതിയ DGP നിയമനത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ സർക്കാർ ആരംഭിച്ചതായും വിവരമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിലാണ് ADGPയുടെ നേതൃത്വത്തിൽ അട്ടിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ADGP അജിത് കുമാർ സ്ലോ മോഷനിൽ DGPയുടെ മുമ്പിലെത്തി വിശദീകരണം കൊടുക്കുന്നു. വിശദീകരണം സ്വീകരിക്കുന്ന DGP അങ്ങോട്ടേക്കൊരു പ്രൊമോഷൻ ഓർഡർ കൊടുത്ത് അദ്ദേഹത്തെ DGP ആയി വാഴിക്കുന്നു. അതാണ് നടക്കാൻ പോകുന്നതെന്നാണ് തൽപര കക്ഷികൾ പറയുന്നത്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, എന്നാലും അങ്ങനെ ചിന്തിക്കാമല്ലോ. നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് കടുത്ത സ്വരത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇല്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെയൊരു പദവിയെ ചൊല്ലി പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നും പിണറായി ചോദിച്ചു. ഈ വിഷയത്തിൽ ആര് വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് പറയുന്നതെന്നും താൻ മുമ്പ് പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഇനിയും കാണുമെന്നും തമ്മിൽ കാണുന്നതിനോ ചർച്ചകൾ നടത്തുന്നതിനോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാനം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ടോൺ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാണുന്നുണ്ട് ഞാൻ എന്നുള്ളത്. ബിനോയ് വിശ്വം അപ്പം തന്നെ പിന്മാറി. ഒരു അദ്ദേഹത്തിൻ്റെ ആവശ്യം മയപ്പെടുത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വം പിൻവാങ്ങുകയാണ്, യു ടേൺ അടിച്ചു. നല്ല പിണറായി തന്നെ. ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി സെല്ലിലുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമിച്ച സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് കസ്റ്റഡിയിൽ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI യഹിയെയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ച് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം പനവൂർ മേഖലയിൽ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ നെടുമങ്ങാട് പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് CI യഹിയ സ്റ്റേഷനിലേക്ക് എത്തിയത്. കസ്റ്റഡിയിലുള്ളവർ തന്റെ ബന്ധുക്കളും പരിചയക്കാരുമാണ് എന്ന്, അതിനാൽ ഉടനടി അവരെ വിട്ടയക്കണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നെടുമങ്ങാട് SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഈ ആവശ്യത്തിന് വഴങ്ങാൻ തയ്യാറായില്ല. ആവശ്യം നിരസിക്കപ്പെട്ടതോടെ പ്രകോപിതനായ CI
സ്വയം ലോക്കപ്പ് സെല്ലിന്റെ വാതിൽ തുറന്ന് പ്രതികളെ പുറത്തിറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനാണ് ലോക്കപ്പിനകത്തേക്ക് ചാടുക എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CI ആയത് കൊള്ളാം. ഇനി ഇതും റെക്കോർഡ് ചെയ്ത് പുള്ളിക്ക് തന്നെ വെക്കാം. ഇവിടെ റിക്കാർഡ്സുമില്ല ഒരു കോപ്പും. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ പരസ്യമായി അവഗണിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തേവര SH കോളേജിൽ സംഘടിപ്പിച്ച ഹെൽത്ത് സമ്മിറ്റിനിടെയാണ് അലോഷ്യസ് സേവ്യറിന് മുഖം നൽകാതെ മുഖ്യമന്ത്രി വേദി വിട്ടത്. പ്രസംഗം പൂർത്തിയാക്കി വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തുനിന്ന അലോഷ്യസിനെ പൂർണ്ണമായും അവഗണിച്ച് സതീശൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ തർക്കം പരസ്യമായിരിക്കുകയാണ്. പരിപാടി നടക്കുന്നതിടെ സദസ്സിലുണ്ടായിരുന്ന അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരിൽ കണ്ട് സംസാരിക്കുന്നതിനായി അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ തൊട്ടരികിലെത്തിയ അലോഷ്യസിനെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരുമായി സംസാരിച്ച് VD സതീശൻ മുന്നോട്ട് പോയി. പെട്ടെന്നൊരു നിമിഷത്തേക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. കാരണം പുള്ളി വിചാരിച്ചു കാണും ഏതോ ജെൻസി പയ്യൻ മറ്റേ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വരികയാണ്. അന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും നടന്നില്ല, ഇപ്പോൾ ആ ഫൈൻ ഒരു കൂമ്പാരമായിരുന്നു, അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. തെറ്റിദ്ധരിക്കണ്ട ലോഷി. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRA ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ബിൽ 2026 എന്ന പേരിലാകും വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് കൊണ്ടുവരിക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ ആലപിക്കുന്നതിനിടെ ശല്യമുണ്ടാക്കുകയോ ചെയ്താൽ 3 വർഷം തടവോ പിഴയോ രണ്ടും കൂടി വ്യവസ്ഥ ചെയ്യുന്നതാകും ബില്ല്. ദേശീയ ഗാനത്തെ അപമാനിച്ചാലുള്ള ശിക്ഷ എന്താണോ അതിന് സമാനം. നിലവിൽ ശിക്ഷയൊന്നും വ്യവസ്ഥ ചെയ്തിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ക്ലിയറൻസ് നൽകിയതോടെയാണ് ബില്ല് പാർലമെന്റിലേക്ക് എത്തുക. കോൺഗ്രസ് സ്വാഭാവികമായും ഇതിനെതിരെ പ്രതിഷേധമുയർത്തും. നാം രഹേഗ അള്ളാക്ക ജോ ഗായബ് ബി ഹാസിർ ബി, അതായിരിക്കണം ദേശീയ ഗാനം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതായിരുന്നെങ്കിൽ അവർ ഈ ബില്ലിനെ കൈയടിച്ച് പാസ്സാക്കിയേനെ. ചൈനയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വിവരങ്ങൾ ചോർത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ ലംഘനത്തിലൂടെ ചൈന നിയമവിരുദ്ധമായി 22 കോടി അമേരിക്കൻ വോട്ടർമാരുടെ വിവരങ്ങൾ കൈക്കലാക്കിയെന്നാണ് ട്രംപിന്റെ ആരോപണം. 2020 തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടത് ഇക്കാരണത്തിലാണ് എന്നും ട്രംപ് പറയുന്നു. വൈറ്റ് ഹൗസിൽ നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിലാണ് ട്രംപിന്റെ ആരോപണം. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ വെളിപ്പെടുത്തുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ താൻ ഉടൻ തന്നെ പരസ്യപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ചൈന ചോദിക്കുന്നത് എന്തോന്നെണ്ണായത്? ഞങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഡേറ്റയും മറ്റും അടിച്ചു മാറ്റിയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. അത് ഞങ്ങളുടെ ഒരു പ്രവർത്തന ശൈലിയാണ്, മോഡസ് ഓപ്പറാൻഡിയാണ്. ഇതിനെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാലോ എന്നാണ് അവർ ചോദിക്കുന്നത്. സെക്കൻഡ് എഞ്ചിൻ എന്ന് വെച്ചാൽ ആ എഞ്ചിൻ സെക്കൻഡ് ഹാൻഡ് ആണ്, അതും മെയ്ഡ് ഇൻ ചൈന. ഇപ്പോൾ ഓടുന്ന എഞ്ചിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ചൈനീസ് ആണല്ലോ, ഓടിയാൽ ഓടി. KCBയുടെ അപ്രതീക്ഷിത കറണ്ട് കട്ട് മൂലം അത്യാസന്ന നിലയിലുള്ള രോഗി മരിച്ചതായി പരാതി. പാലക്കാട് സ്വദേശി M കൃഷ്ണനാണ് മരിച്ചത്. വൈദ്യുതി തടസ്സം മൂലം രോഗിക്ക് നൽകിയിരുന്ന ഓക്സിജൻ സംവിധാനം നിലച്ചതോടെ ശ്വാസം കിട്ടാതെ രോഗി മരിക്കുകയായിരുന്നു. KCB ഓഫീസിൽ വിളിച്ചപ്പോൾ ഒന്നും ചെയ്യാനാവില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി കുടുംബം പറയുന്നു. സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്തെത്തി. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. M കൃഷ്ണൻ ആദരാഞ്ജലികൾ. പക്ഷേ M കൃഷ്ണൻ സർക്കാരിനോട് പറയാതെ സർക്കാരിനെ അപമാനിക്കുന്ന തരത്തിൽ മരിച്ചതുകൊണ്ട് മിക്കവാറും കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചോളൂ. പിന്നെ എന്തൊക്കെയായാലും ജാമ്യം വേണം. ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നേടാൻ ഒരുങ്ങുന്ന സ്പെയിൻ ക്യാമ്പിൽ നിന്ന് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പുറത്ത്. സ്പെയിനിന്റെ കൗമാര വിസ്മയം ലാമിൻ യമാൽ പരിക്കിന്റെ നിഴലിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച നടന്ന പ്രധാന ടീം പരിശീലന സെക്ഷനിൽ യമാൽ പങ്കെടുത്തില്ല. ഇടതു തുടയിൽ വലിയ രീതിയിലുള്ള ബാൻഡേജ് ധരിച്ച് താരം തനിച്ച് പരിശീലിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് സ്പാനിഷ് ആരാധകർക്കിടയിൽ ആശങ്ക ശക്തമായത്. ഈ യമാൻ എന്ന് പറയുമ്പോൾ ഞമ്മന്റെ ആളായിട്ട് വരുവാണെങ്കിൽ ഇത് മെസ്സിയുടെ ചതി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. യമാർ എന്തോരോ ദജ്ജാലുകൾ തമ്മിൽ അടിച്ച് നശിക്കട്ടെ. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടേക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.